ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കൊരു അടിപൊളി അവിയൽ ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ ഓണക്കാവാനായില്ലേ. അപ്പോൾ ഒരു അവിയലിൻ്റെ റെസിപ്പി. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നീളത്തിലരിഞ്ഞ നമ്മുടെ വെജിറ്റബിൾസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയെന്ന് വെച്ചാൽ മുരിങ്ങക്കായി, പിന്നെ വെള്ളരിക്കായി, പയറ്, ക്യാരറ്റ്, അങ്ങനെ സാധാരണ അവിയലിന് എടുക്കുന്ന വെജിറ്റബിൾസ് തന്നെയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് തൈര്. ഈ തൈര് നമ്മൾ എന്തെങ്കിലും ഒഴിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടയാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ അവിയലിൻ്റെ ഒരു ഫീലൊന്നും കിട്ടില്ലല്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇതിങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കണുണ്ടോ. ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് മതി, അതിലേറെ ഏറണ്ട. എന്നിട്ട് പിന്നെ നമുക്ക് തീമൊക്കെ വെച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലാണ്. കുറച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ കുറച്ച് നമുക്ക് ഇതൊന്ന് അടിച്ചു വെക്കുക. ആ ടൈമിൽ നമുക്ക് വേറെ പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിയൽ വേകുന്ന ടൈമിൽ നമുക്ക് അയക്കിൽ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിക്സ് എടുത്തിട്ട് അതിലോട്ട് തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, കരിവേപ്പ് ഇട്ട് കൊടുക്കുക, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ പാടെ നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ അവിൽ തുറന്നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അരപ്പ്, അതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി. മിക്സ് ആക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉടയാതെ നിൽക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. ഇനിയും തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുടയണ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉടയാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇളക്കിയ ചിലപ്പോൾ ഉടയും, അപ്പം ഇങ്ങനെ കുടഞ്ഞെടുത്താൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് കരിയേപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. അതാ ഇത്ര പണിയുള്ളൂ. നമ്മുടെ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ആക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, കമൻറ്റ് ആക്കുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.